കൊള്ളില്ലായിരുന്നു, വലുതായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്തവരൊന്നും ഉണ്ടായില്ല. നല്ല മേക്കിംഗ് ആണ്, പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടല്ല, പ്രത്യേകിച്ച് സ്റ്റോറി ഒന്നും തോന്നിയില്ല. ഭയങ്കര ഹൈപ്പായിരുന്നു, പക്ഷെ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഇപ്പം ഇറങ്ങുന്ന ഫിലിം വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര അങ്ങോട്ട് വന്നില്ല. ലൈക്ക് സിനിമാറ്റോഗ്രഫി എല്ലാം നല്ലതായിരുന്നു, ബട്ട് എന്തോ സ്ലോ മൂവ്മെന്റ് ആയതുകൊണ്ടാണോ, സ്ലോ പേസിൽ പോകുന്നതാണോ അങ്ങനെ തോന്നുന്നു? അത് ഒരു ഡെവിൾ ടൈപ്പാണ്, എന്നാലും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകിച്ച് ഒരു എടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് സിനിമാറ്റോഗ്രഫി വാസ് നൈസ്. എങ്ങനെയുണ്ട്? എന്താണ് ഇഷ്ടപ്പെട്ടതാണ്? എന്താണ് ഇഷ്ടപ്പെട്ടത് പടത്തിൽ എടുത്ത് പറയാൻ തോന്നിയ കാര്യങ്ങൾ? മമ്മൂക്കയുടെ പെർഫോമൻസ് എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയാണ്, മമ്മൂക്ക പ്രത്യേകിച്ച്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലേ വരുന്നത്, ഈ ഒരു ജനറേഷനിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു പടം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് ആ കണ്ടന്റിന് ആവശ്യമുള്ളൊരു മേക്കിംഗ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ ഒരു കാലഘട്ടം പറയുന്നതുകൊണ്ട് അങ്ങനെയാണ് ആവശ്യം. അപ്പോൾ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നത്? എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ സൗണ്ടും വിഷ്വൽസും നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു ഗംഭീര ഫീലിംഗ് കിട്ടുന്നുണ്ട്. ആ കണ്ടന്റ് അനുസരിച്ച് തന്നെയാണ് അതിന് മേക്കിംഗ് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ പലരും OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? തിയേറ്റർ വാച്ച്. ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ആ ഒരു ബോറടി അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, ഫുള്ള് എൻജോയിങ് ആയിരുന്നു. മമ്മൂക്കയുടെ അഭിനയം സൂപ്പറാണ്, രക്ഷയില്ലാത്ത അഭിനയമാണ്. ഇതുവരെ കാണാത്തൊരു വെറൈറ്റി അഭിനയമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് ഇഷ്ടപ്പെട്ടത്? ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ളായിരുന്നു, ബോറൊന്നുമില്ല, നല്ല പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫോമൻസ് 3 പേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പടം കാണൂല, അടിപൊളി പടം, നല്ല പടമായിരുന്നു. നമ്മുടെ പെർഫോമൻസ് ഒക്കെ ഉള്ളായിരുന്നു. വേറെ എടുത്ത് പറയാനായിട്ട് തോന്നിയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് നമുക്ക് ലാഗൊന്നും അടിക്കത്തില്ല, അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് ഒക്കെ പക്കയായിരുന്നു. ഇത് ഈ തിയേറ്ററിൽ കാണാതെ OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അവർ ഇഷ്ടമായിരിക്കുന്നതാണ് തോന്നുന്നത്. OTT കാണുന്ന തിയേറ്ററിൽ തന്നെ ഒന്ന് അനുഭവിക്കുന്നതായിരിക്കും നല്ലത്. പടത്തെക്കുറിച്ച് ലാസ്റ്റത്തെ ക്ലൈമാക്സ് ഒക്കെ അടിപൊളി, ഇംഗ്ലീഷിലൊക്കെ നമ്മൾ കാണുന്നില്ലേ അതുപോലത്തെ ഒരു രംഗമാണ്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ പ്രായത്തിൽ എനിക്കിപ്പോൾ 34 വയസ്സായി, ആ പ്രായത്തിലൊന്നും എനിക്ക് കാണാൻ പറ്റിയിരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ലായിരുന്നു, ഇപ്പോൾ ഇല്ല കളറായിരുന്നു. പക്ഷെ മമ്മൂട്ടിയുടെ പെർഫോമൻസ് നല്ലതായിരുന്നു. കഥ എനിക്കിപ്പം പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് സിനിമ നല്ല പടമാണ്. എന്നുവെച്ചാൽ ഇത് പറയാന്ന് വെച്ചാൽ പറയാൻ ഒന്നുമില്ല, അഭിനയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടി ഇതിന് മെയിനായിട്ട് അടിപൊളിയായിട്ടായിരുന്നു. മമ്മൂട്ടി, അശോകൻ്റെ മോൻ ഇതിൽ കൊള്ളാം, ഭരതനും കൊള്ളാം. ഈ 3 പേരും മൊത്തം 5 കഥാപാത്രങ്ങളേ ഉള്ളൂ, ആ 5 കഥാപാത്രങ്ങളേ ഉള്ളൂ. അതിൽ 5 പേരും അടിപൊളിയായിട്ടുണ്ട്, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് വലിയ അഭിപ്രായമില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടാണോ? അതെ, പിന്നെ BGM ഒക്കെ കുഴപ്പമില്ലായിരുന്നു. പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? മമ്മൂട്ടി അടിപൊളിയായിരുന്നു.